വിഷുവിന് ബസൂക്ക തൂത്തുവാരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം, ഏറെ നാളുകളായിട്ടും മമ്മൂട്ടിക്ക് സുഖമില്ലാതിരിക്കുകയും അല്ലെങ്കിൽ അത് ഏറെ മലയാളികളെ വേദനിപ്പിച്ച ഒരു കാര്യമൊക്കെയാണ്. പക്ഷെ ഇതുവരെ അത് പുറത്ത് മമ്മൂട്ടിയുടെ ഫാമിലി ഒന്നും അതിനെപ്പറ്റി സംസാരമോ മറ്റൊന്നും ഇല്ല. എന്നിരുന്നാലും ആ ഒരു മമ്മൂട്ടിക്ക് സുഖമില്ല എന്നറിഞ്ഞതിന് ശേഷം പിന്നെ മമ്മൂക്കയെ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന ബസൂക്കയിലൂടെയാണ്. അപ്പോൾ ഏറെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രൊമോഷനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ബസൂക്കയുടെ ഇല്ലായിരുന്നു. കാരണം മമ്മൂക്ക ഇല്ലായിരുന്നു പ്രൊമോഷനൊന്നും. പല പ്രൊമോഷൻ ഇതിലൊന്നും മമ്മൂക്ക വന്നിട്ടില്ല. അതും ആൾക്കാരെ ഏറെ ചിന്തിപ്പിച്ചിരുന്നു. പക്ഷേ വലിയ പ്രൊമോഷനൊന്നും ഇല്ലെങ്കിലും ബസൂക്ക ഓടുന്നുണ്ട്. നല്ല അടിപൊളി ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഞാനും കണ്ടിരുന്നു ബസൂക്ക. ഒരു എന്താ പറയുന്നത്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം കുട്ടിയാണെന്ന് ഞാൻ സമ്മതിച്ചേക്കുന്നു. പക്ഷെ എന്നാൽ അതൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഒരു വെറൈറ്റി ഒരു ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സിനിമയിൽ നടക്കുന്നത്. മമ്മൂട്ടിയെ ഒരു കിഡിലൻ ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ആദ്യം വലിയ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, നല്ല തനി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നത്, സ്പെക്സ് ഒക്കെ വെച്ച് ഒരു തനി നാടൻ. പിന്നീട് ഇടയ്ക്ക് ഒരു എന്താ പറയുന്ന ഒരു ഗെറ്റപ്പ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ഗെറ്റപ്പിൽ വരിക, അടിപിടിയൊക്കെ കൊടുക്കുകയും പിന്നീട് ഒരു തനി ഒരു വില്ലൻ വേഷം, വില്ലൻ സമയുഗത്തിലൊക്കെ കണ്ടിട്ടുള്ള ഏകദേശം അദ്ദേഹത്തിന്റെ ആ ഒരു മുഖഭാവവും ചേഷ്ടയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, വില്ലൻ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല, ഒരു സൈക്കോപാത്ത്. ആ രീതിയിലൊക്കെ മമ്മൂട്ടിയെ കാണുക എന്ന് പറയാം. മമ്മൂട്ടിയുടെ അടി, ഇത്രയും ഈ പ്രായത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ഈ സ്ക്രീനിൽ തന്നെ നമ്മൾ നോക്കിയിരിക്കും. നമുക്കൊന്നും പിടികിട്ടത്തില്ല ഈ കഥ എങ്ങോട്ടാ എങ്ങനെയൊക്കെയാ പോകുന്നതെന്നൊക്കെ. എന്തായാലും കഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് സസ്പെൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വലിയ കൊള്ളാം, ഒരു ഗെയിമിംഗ് ആണ്, ഇതൊരു ഗെയിമാണ് സംഗതി. ഈ ഗെയിമില് നമുക്കറിയാം ഇതൊക്കെ കുട്ടികളെ രണ്ട് തരത്തിലും ഇത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വിഷുവിനൊക്കെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഇഷ്ടപ്പെടും. ഒരു ഗെയിമർ എങ്ങനെയാണോ അത് വിൻ ചെയ്യുന്നത്, അത് തന്നെയാണ് ഈ സിനിമ ഒരു ഗെയിമാണ്. അതിലെങ്ങനെ അപ്പൊ കുട്ടികൾക്ക് അത് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. ഗെയിമിനെ എങ്ങനെ, ഇതൊരു മമ്മൂക്ക എന്ന് പറയുന്ന ബസൂക്ക എന്ന് പറയുന്ന ഒരു ഗെയിമറാണ്, ടോപ്പ് ഗെയിമർ. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഒരു ഗെയിമിംഗ് പരിപാടിയാണ്. കാരണം പലതും മോഷ്ടിക്കുക, അപ്പൊ അതിൽ വിൻ ചെയ്യുക. പക്ഷെ നേരത്തെ ക്ലൂകൾ കൊടുക്കുക, ഗെയിമായിട്ട് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അത് കണ്ടെത്താനാവുന്നില്ല. അവസാനം കണ്ടെത്തുന്നതും പക്ഷെ പിടിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ഇത് എസ്കേപ്പ് ചെയ്യണം ബസൂക്ക എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ വില്ലനായിട്ടൊക്കെ മമ്മൂട്ടി വരുന്നുണ്ടെങ്കിൽ ഒരു പാവം വില്ലൻ എന്നൊക്കെ പറയാം. കുറച്ച് മാനസിക പരിഗണനയുള്ള അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ സെന്റിമെന്റ്സ് ഉള്ള നല്ലൊരു വില്ലൻ എന്നൊക്കെ പറയത്തില്ലേ. മോഷ്ടിക്കത്തൊന്നുമില്ല, ഈ കാണിക്കത്തേ ഉള്ളൂ, ഗെയിം, ജസ്റ്റ് ഗെയിം, അത്രേ ഉള്ളൂ. അപ്പം അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇത് ഡീനോ ഡെന്നിസിന്റെ ആദ്യത്തെ സംവിധാനമാണ്. എനിക്ക് അതിലാണ് ഒരു അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടത്. കാരണം അതിന്റെ മേക്കിംഗ് ആയാലും മമ്മൂക്കയെ പ്രസന്റ് ചെയ്തിട്ടുള്ള രീതികൾ, ഓരോ ക്ലോസ് ഷോട്ടുകൾ, ഒരു ആംഗിൾസ്, ഇതൊക്കെ അസാധ്യമായിരുന്നു. കാരണം ഒരു ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയുമ്പോൾ നല്ലൊരു ഷേക്ക് ഹാൻഡ് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡിനോ ഡെന്നിസ് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് മമ്മൂക്കയോട് ഈ ഒരു കഥ പറയാൻ ചെന്നത് തിരക്കഥ, പക്ഷെ പിന്നീട് മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെടുക എന്നാൽ പക്ഷെ അതിൻ്റെ ഡയറക്ടറിനെ കിട്ടാഞ്ഞപ്പോൾ മമ്മൂക്ക തന്നെ ചോദിച്ചു, നിനക്ക് തന്നെ എന്തുകൊണ്ട് ഡയറക്ഷൻ ചെയ്തുകൂടാ. പക്ഷെ ഒരിക്കലും ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതി വന്ന അദ്ദേഹം ഈ ഒരു ഡയറക്ഷനിലോട്ട്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ഷനിലോട്ട് കടന്നപ്പം തന്നെ അത് നമ്മൾ ഒരു സല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു പക്ഷേ എമ്പുരാനോളം, ഞാൻ കണ്ടതിൽ എമ്പുരാനോളം മികച്ചു നിൽക്കുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയാം. മേക്കിങ്ങില് ആ സിനിമയായിട്ട് ഞാൻ കമ്പയർ ചെയ്യല്ല. ടെക്നിക്കൽ കാര്യങ്ങളാണ്. അതെ, ടെക്നിക്കൽ. ഇത്രയും കോടി രൂപ ചെലവാക്കി ഒരു വലിയ പ്രൊമോഷനൊക്കെ നടത്തി ഒരു പാൻ ഇന്ത്യ മൂവിയോളം എടുത്ത ഒരു ടെക്നിക്കൽ വശങ്ങളുണ്ടല്ലോ, അത് സെയിം സംഗതി ഇതിനകത്തെ ഒരു ഫൈറ്റിങ്ങും മേക്കിങ്. പക്ഷെ ഇതിനകത്ത് വളരെ സൂപ്പറായിരുന്നു. മമ്മൂട്ടിയെ പ്രസന്റ് ചെയ്യിപ്പിച്ച വിധം ഒരു പക്ഷേ മോഹൻലാലിനേക്കാളും അപ്പുറം, എമ്പുരാനിലെ മോഹൻലാലിനേക്കാളും അപ്പുറം ഇതിനകത്ത് ബസൂക്കയിൽ മമ്മൂട്ടിയെ പ്രസന്റ് ചെയ്യിച്ചിട്ടുള്ള പല വിഷ്വൽസ്, പല ക്ലോസ് ഷോട്ടുകൾ വളരെ ഗംഭീരമായിരുന്നു. സ്ലോ മോഷൻസ്, മമ്മൂക്കയുടെ ഒരു പ്രസന്റേഷൻസ്, ആപ്റ്റായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽസ്, എല്ലാം ഹെയർ സ്റ്റൈൽസ്, അദ്ദേഹത്തിന് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊന്നും നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. ഒരു പക്ഷെ മോഹൻലാലിനെ ഒരിടത്ത് എമ്പുരാനിൽ കോമാളിയാക്കിയെന്ന് തന്നെ എനിക്ക് പറയാം പലയിടത്തും. അദ്ദേഹത്തിന്റെ ആ ഒരു കോട്ടും ഇതൊക്കെ അദ്ദേഹത്തിന് പോലില്ല, റോബർട്ട് ഇങ്ങനെ നടക്കുന്ന രീതി. പക്ഷെ
ഇത് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതി. അത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് സാർ ഒരു പക്ഷെ കണ്ടിട്ടില്ല, പക്ഷെ ഇതിനകത്തെ 2 സംഗതിയാണ്. ഒന്ന്, കുട്ടികൾക്ക് നല്ലൊരു മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് കൂടുതൽ വയലൻസ് ഒന്നുമില്ല, കുട്ടികളെ ധൈര്യമായിട്ട് കൊണ്ടുപോയി ഫാമിലിക്കൊക്കെ ഇരിക്കാം, വൾഗറായിട്ടുള്ള ഒരു സീനുകളില്ല. സത്യം ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. അതിലൊരു ചീത്ത വാക്കുകളാവട്ടെ അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള കോവത്ത് കൊലപാതകം ഇതൊന്നുമില്ല, പക്ഷെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നു. അത് 2 രീതിയിലെടുക്കാം. ഒന്ന്, ഗെയിമിനെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഗെയിമൊക്കെ കളിച്ച് ക്രേസ് ആയിട്ടിരിക്കുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഇതൊരു ക്രേസിങ് പരിപാടിയായിട്ട് അത് വേറെ രീതിയിലോട്ട് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. രണ്ടാമത്, ഇത് സൈക്കോപാത്തിലോട്ട് പോകും. ഇങ്ങനെ ഒരു ഗെയിമിലോട്ട് നിങ്ങൾ കടന്നാൽ, നിങ്ങൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിലേക്ക് നിങ്ങൾ കടക്കരുത്. ഇങ്ങനെ 2 സന്ദേശങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ത്രില്ലർ മൂവി എന്ന് തന്നെ പറയാം. അപ്പം ഈ ഒരു സന്ദേശം അത് എന്തായിരിക്കും സാർ, അതിൽ എന്താണ്? അല്ല, അപ്പം രഞ്ജിനി പറഞ്ഞ, രഞ്ജിനി സിനിമ കണ്ടു, സിനിമ ആസ്വാദക. അപ്പം രഞ്ജിനിയുടെ അതിൻ്റെ ആ സിനിമയുടെ ഒരു ആസ്വാദനം, അതിൽ തന്നെ നമ്മുടെ കേരളീയ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രം തന്നെ വ്യക്തമാണ്. 2 കാര്യങ്ങളാണ് രഞ്ജിനി പറഞ്ഞു. ഒന്ന്, മമ്മൂക്കയുടെ വേഷവിധാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോസുകൾ, പല രീതിയിലുള്ള പോസുകൾ. അപ്പോൾ ഇതിനോടൊക്കെയുള്ളൊരു ഇഷ്ടം, അതാണ് തീർച്ചയായിട്ടും ഒരു നായക പദവി, ഒരു നായകൻ്റെ വേഷങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ, ഇതാണ് പ്രധാനമായിട്ടും ആകർഷിക്കുന്നത്. അപ്പോൾ നായക പദവി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത് സംവിധാനം വരുന്നുള്ളൂ. ശരിക്കും സിനിമ ഈസ് ആൻ ആർട്ട് ഓഫ് ദി ഡയറക്ടർ എന്നാണ് പറയുന്നത്. സിനിമ തീരുമാനിക്കുന്നത് ഡയറക്ടറാണെന്ന് പറയുന്നു. അത് അല്ല, പൊതുവേ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ കാണുന്നത് ഡയറക്ടറെ രണ്ടാമതേ കാണുന്നുള്ളൂ. ആ ഡയറക്ടർ പോലും നവാഗതനായിരുന്നു. ആ നവാഗതനായ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ തിരക്കഥയുമായിട്ട് ആദ്യ തവണ വന്നപ്പോൾ മമ്മൂട്ടി അതിനെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. പക്ഷേ രണ്ടാമത് വീണ്ടും വന്നപ്പോൾ അതിലെന്തോ ഉണ്ട്, അതായത് പുതുമ എന്തോ ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് ഇദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ഡയറക്ടർമാരും ശരിക്കും ക്രിയേറ്റീവ് എനർജിയുള്ള എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, പ്രൊഡ്യൂസറെ കിട്ടില്ല, ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടില്ല. ആ പ്രശ്നം തന്നെ ഇവിടെയും ഈ അദ്ദേഹത്തിൻ്റെ പേര് ഡിനോ ഡെന്നിസ് എന്ന് പറയുന്ന ഈ നവാഗത സംവിധായകൻ, അദ്ദേഹത്തിന് വലിയൊരു കൈയടി കൊടുക്കാം. അത് നേടുകയും അങ്ങനെ അച്ചീവ് ചെയ്ത, അങ്ങനെ തഴയപ്പെട്ട ഒരാളിൻ്റെ തിരിച്ചുവരവിലൂടെ മഹത്തായൊരു സൃഷ്ടി, സാധാരണഗതിയിൽ ഒരു ആസ്വാദന ശേഷിയുള്ള രഞ്ജിനിയെപ്പോലൊരു ആളിനെ തൃപ്തിപ്പെടുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറം ഇതിൻ്റെ കമ്പാരിഷൻ പോകുന്നത് 200 കോടിയിലധികം രൂപ മുടക്കിക്കൊണ്ട് വലിയ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി, മാസ്മരികമായ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി കൊണ്ടുവന്ന എമ്പുരാനുമായിട്ടാണ് അതിൻ്റെ കമ്പാരിഷൻ പോകുന്നത്. അതിൻ്റെ 10-1 പോലും ചിലവില്ലാതെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഷുക്കാല റിലീസ് എന്ന് പറയുന്നത് എമ്പുരാൻ്റെ ചെകിട്ടത്തേറ്റ ഒരു അടി തന്നെയാണ്. നിങ്ങളതിന് കോപ്രായങ്ങൾ കാണിച്ച് പ്രൊപ്പഗാൻഡ സിനിമ കൊണ്ടുവന്ന് ജനങ്ങളെ 2ആയിട്ട് വിഭജിക്കുന്നതിന് പകരം ജനങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം ആകർഷിക്കുന്ന ഒരു നല്ല ഒന്നാന്തരം പ്രോഡക്റ്റ്, വലിയ കുറഞ്ഞ ചിലവിലൊരു നവാഗത സംവിധാനം ഉണ്ടായിരിക്കുന്നു. പല സിനിമകൾ ചെയ്ത് അങ്ങ് തമ്പുരാനായി മാറിയ പൃഥ്വിരാജ് ചെയ്തത് എവിടെ? ഈ നവാഗതനായിട്ടുള്ള ഡിനോ ഡെന്നിസ്. അത് വലിയൊരു പാഠം നൽകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് ഈ ഗെയിം എന്ന് പറയുന്നത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ സിനിമയിൽ മാത്രമല്ല, സാഹിത്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ കൂടി ഗ്രസിച്ചിരിക്കുന്നു. നമുക്കറിയാം, മഹാദേവ ഗെയിംസ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ നടന്ന രാഷ്ട്രീയ തട്ടിപ്പുകൾ, കോടിക്കണക്കിന് രൂപയുടെ, അത് മുഖ്യമന്ത്രി കസേരകളിൽ നിന്ന് പോലും ആളുകളെ തെറിപ്പിച്ചു, ജയിലുകളിൽ കിടക്കേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വലിയൊരു വിഷയമായിരുന്നു മഹാദേവ ലോട്ടറീസ്, അവിടെ ഛത്തീസ്ഗഡിലെ വലിയൊരു വിഷയമായിട്ട് വന്നതാണ്. അപ്പോൾ ഗെയിമെന്ന് പറയുന്നത് കുട്ടികളെ മാത്രമല്ല വലിയവരെയും ഒക്കെ വൻതോതിൽ സ്വാധീനിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കഴിഞ്ഞു ഗെയിം തന്നെ. ആ ഗെയിമിനെ ആധാരമാക്കിയ ഒരു സിനിമ ആദ്യമായിട്ടാണ് മലയാള സിനിമ നഭസിലിപ്പോൾ വന്നിരിക്കുന്നത്. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അത് ഇപ്പം രഞ്ജിനിയുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചൊരു വൻ ഹിറ്റാവുന്ന ലക്ഷണവുമാണ്. ഒരു വിവാദങ്ങളും സൃഷ്ടിക്കാതെ അത് സമതലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വിഷുക്കാലത്തൊരു വിജയമായി വരികയാണ്. അത് മമ്മൂട്ടി എന്തായാലും കിടക്കയിലാണ്. അദ്ദേഹത്തിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് മതാതീതമായിട്ടുള്ള സഹാനുഭൂതിയുണ്ട്.
ഒരു യഥാർത്ഥ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് വേണ്ടി മോഹൻലാൽ പോലും പോയി നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. അത് അറിഞ്ഞതിൽ അദ്ദേഹം ക്ഷുഭിതനായെങ്കിലും. അപ്പോൾ ആ മതേതര മനസ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഉത്പന്നമാണിത്. ഇവിടെ ജാതിയില്ല, മതമില്ല, വിഭാഗീയതയില്ല, രാഷ്ട്രീയമില്ല, പ്യുവർ എൻ്റർടൈൻമെൻറ്റ്. ഈ വിഷുക്കാലത്തൊക്കെ നമ്മൾ പണ്ട് കഴിക്കുന്നത് ഈ ചതുരംഗം പോലുള്ള കളികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള സാറ്റ് കളിക്കുക, അതുപോലെ തന്നെ ഒളിച്ചോട്ടം കളിക്കുക, അതുപോലെ വയലുകളിൽ പോയി ഞങ്ങളെപ്പോലുള്ളവർ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, ഇങ്ങനെയുള്ള ധാരാളമായിട്ടുള്ള ഗെയിമുകൾ കളിക്കാനുള്ള ആ മാമ്പഴക്കാലത്തിൻ്റേതായിട്ടൊരു ഇക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ഇക്കോ സിസ്റ്റം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വീടുകളുടെ 4 അതിരുകളിലേക്ക് ഒതുങ്ങുന്ന ഈ നവബാല്യത്തിന് തീർച്ചയായിട്ടും വളരെ സന്തോഷം പകരുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും വിഷുവിന് കൂടുതൽ മധുരതരവുമാക്കാൻ പോകുന്ന ഒരു സിനിമയാണ് ഇതെന്നുള്ളത് സന്തോഷകരമാണ്. ദൃശ്യം സിനിമ സാറ് കണ്ടു കാണും. ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു അതിന്റെ എൻക്വയറി വിഭാഗമൊക്കെ ഭയങ്കര അത്തരത്തില് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ ഒരു തിരക്കഥ എഴുതിയ ഡീനോ ഡെന്നിസ്. അതായത് ഒരു പോലീസിന്റെ കുബുദ്ധി എന്ന് തന്നെ ഞാൻ പറയാം, അല്ലെങ്കിൽ പോലീസിന്റെ അധിക ബുദ്ധിയിൽ തന്നെയാണ് ഇതിൽ ഓരോ രംഗങ്ങളും അദ്ദേഹം എഴുതി വെച്ചിട്ട്. മാത്രമല്ല ഈ ഇതിനകത്തെ ബസൂക്ക മമ്മൂക്ക അല്ലാണ്ട് വേറൊരാൾ ആപ്റ്റഡ് അല്ല, എൻ്റെ ഒരു കൺസേൺ. കാരണം വേറെ ആര് ഈ നമ്മുടെ ഈ ഒരു നായക വേഷങ്ങളിൽ വേറെ ആര്, ഒരു പക്ഷെ ഹിന്ദി നായകന്മാരിൽ ചിലപ്പം 1-2 അക്ഷയ് കുമാറോ അങ്ങനെ ആരെങ്കിലും ഇത് ചെയ്യാൻ ആപ്റ്റ് ആയിരിക്കും, എൻ്റെ ഒരു കൺസെപ്റ്റാണ്. ആയിരിക്കാം. പക്ഷെ മലയാളത്തിൽ മമ്മൂക്കയ്ക്ക് ഭയങ്കരമായിട്ട് ആപ്റ്റായിട്ട് തോന്നി എനിക്ക് അവസാനം ആ വില്ലനായിട്ടൊക്കെ വരുമ്പം, ഒരു സൈക്കോപാത്തായിട്ടൊക്കെ മമ്മൂക്ക വരുമ്പോൾ അതിനകത്ത് മമ്മൂക്കയുടെ വേഷവിധാനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലിലെ കൊലിസ് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ചങ്ങല പോലെയുള്ള. കാരണം ഒരു എന്താ പറയുന്നേ, ട്രാൻസ്ജെൻഡർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു അങ്ങനല്ല, ഈ കാലില് ഭയങ്കര തളയും അങ്ങനെ കുറെ ചെങ്ങലയൊക്കെ ഇട്ട് ഒരു എന്നാൽ സ്ത്രീയുടെ ഒരു വേവിങ് വരുന്നുണ്ട് അദ്ദേഹത്തിന് അതിനകത്ത്. എന്നാൽ അതേസമയം പുരുഷനായിട്ടുള്ള ഒരു രണ്ടും ഉള്ള ഒരു വേഷമാണ്. അത് ആ കാലിന്റെ നടത്തവും പെട്ടെന്ന് ഒരു സ്റ്റാൻഡേർഡായിട്ട് അദ്ദേഹം പോകുന്നത്, ആ സീനൊക്കെ എനിക്ക് സാറിന് പോയി കാണണം. കാരണം എനിക്ക് അതേ പറയണം, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മമ്മൂട്ടിയുടെ നടത്തത്തിന് സ്വതേ ഒരു ചട്ടുള്ള ആളാണ്. അതെ, അപ്പൊ ഈ ചങ്ങലയിട്ട് ആ ചട്ടിനെ, അതായത് പെണ്ണുങ്ങൾ ഇങ്ങനെ കാല്, സ്ത്രീകൾ ഇങ്ങനെ ചെലങ്കി ഇതൊക്കെ ഇട്ടിട്ട് നടക്കൂല, അതിന്റെ സൗണ്ടും. അപ്പൊ അത് സൂപ്പർ ഒരു വേഷവിധാനം. ആ ഒരു വില്ലൻ പോലാണോ ഞാൻ കണ്ടിട്ടില്ല ഏകദേശമൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ചിരിയും അട്ടഹാസവും ഒക്കെ നമ്മുടെ ഭ്രമയുഗത്തിന്റെ ഒരു ചെറിയ കട്ട് വരും. അദ്ദേഹം ആ ഒരു അതിലെ ചാത്തൻ ചിരിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. എന്തായാലും പോയി കാണേണ്ടുന്ന ഒരു സിനിമയാണ്. മമ്മൂട്ടി ഒരു വെറൈറ്റി ലുക്ക്, വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം. അത് ഡീനോ ഡെന്നിസ് അത് കൃത്യമായിട്ട് മമ്മൂക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആപ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് ഒരു ബ്രില്യൻറ്റ് ബുദ്ധി തന്നെയാണ്. ഡീനോ ഡെന്നിസ് കയറി വരും. ആദ്യത്തെ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കയറി വരും. അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് എന്നുള്ളത് ബസൂക്കയിൽ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും വിഷു ബസൂക്ക തൂത്തുവാരും എന്ന് തന്നെയാണ് രഞ്ജിനിയുടെ ആഗ്രഹം നടക്കട്ടെ. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, മമ്മൂക്കയുടെ ഈ വേഷങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസ്, അതുപോലെ തന്നെ നടത്തം, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഈ സംവിധായകനായ അങ്ങനെ തന്നെ ആയിരിക്കണം, ഡിനോ ഡെന്നിസ് ആയിരിക്കണം, സ്വന്തമായിട്ടല്ല. അപ്പോൾ ഇതെല്ലാം മമ്മൂക്കയുടെ എന്തായാലും എസ്തെറ്റിക്സ്, താങ്കൾ പറഞ്ഞ ആ വേഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചലനം, തിരശീലയിലല്ല, നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാക്കുന്ന ഒരു സിൽവർ സ്ക്രീനിൽ ഉണ്ടാക്കുന്ന ഒരു ചലനമെല്ലാം ഈ ഡിനോ ഡെന്നിസിൻ്റെ ബുദ്ധിയിൽ നിന്ന് വരുന്നതാണെന്നുള്ള ഒരു ഉൾക്കാഴ്ചയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയുടെ ശരിയായിട്ടുള്ള ആസ്വാദനം പൂർണ്ണമാവൂ. അതിന് പറ്റിയ ഒരു പ്രതലം മാത്രമാണ് മമ്മൂട്ടി. അത് ശരിയായിട്ട് അദ്ദേഹം ആ പ്രതലത്തെ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു സൃഷ്ടിയാക്കി ഇതിനെ ആവിഷ്കരിച്ചുകൊണ്ട് എമ്പുരാൻ പോലുള്ള വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുന്ന സൃഷ്ടികൾക്കുള്ള ഒരു മറുപടി, ഒരു ബദൽ കൂടിയാണ് എന്ന് നമുക്ക് പറഞ്ഞു നിർത്താം.